ഈശോയിൽ പ്രിയമുള്ളവരെ, അധികാരികളോടുള്ള വിധേയത്വം. പ്രഭാഷകന്റെ പുസ്തകം 33 അധ്യായം 11 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: കർത്താവ് തന്റെ ജ്ഞാനത്തിന്റെ പൂർണ്ണതയിൽ അവരെ വിവേചിക്കുകയും വ്യത്യസ്ത മാർഗ്ഗങ്ങളിൽ നിയോഗിക്കുകയും ചെയ്യും. അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ചുയർത്തി, വേറെ ചിലരെ വിശുദ്ധീകരിച്ച് തന്നോട് അടുപ്പിച്ചു. സോ അനുഗ്രഹിച്ചുയർത്തുന്ന ഒരു വിഭാഗം, വിശുദ്ധീകരിച്ച് തന്നോട് അടുപ്പിക്കുന്ന ഒരു വിഭാഗം. സോ ദൈവം ഒന്ന് തന്നെയാണ്. മനുഷ്യന്മാരൊക്കെ എല്ലാവരും ദൈവത്തിന്റെ മക്കൾ തന്നെയാണ്. പക്ഷെ ഓരോരുത്തരോടും ദൈവം ഇടപെടുന്ന രീതിയില്ല വ്യത്യസ്തമുണ്ട്. അപ്പൊ നമുക്ക് തോന്നാതെ എന്ത് പരിപാടി അങ്ങനെ, ദൈവം എന്താ എല്ലാവരും ഒരുപോലെ കാണാത്തെ? നമ്മളെല്ലാവരും ഒരുപോലെ ആയി കഴിഞ്ഞാൽ എങ്ങനെയാ ഒരു ഓഫീസിലെ എല്ലാവരും ഒരേ ജോലി ചെയ്യുന്നവരായാലും അവിടെ പറ്റത്തില്ലല്ലേ? നമുക്ക് മാനേജറുണ്ട്, അതിന് താഴെ വർക്ക് ചെയ്യുന്നവരുണ്ട്, അതിനും താഴെ വർക്ക് ചെയ്യുന്നവരുണ്ട്. സോ ഒരു സംവിധാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് വ്യത്യസ്തമായ രീതിയിലുള്ള പൊസിഷനുകളും മേഖലകളും ഒക്കെ ഉണ്ടാവും. അധികാരികൾക്ക് അധികാരം കൊടുക്കുന്നത് ദൈവമാണ്. അത് മോശം അധികാരികളുടെ കയ്യിലെത്തുന്നതിൽ ചിലപ്പോൾ ഒരു തിന്മയുടെ പ്രസൻസ് അവിടെ വർക്ക് ചെയ്തേക്കാം. പക്ഷെ ഇഫ് നിങ്ങളൊരു അധികാരിയുടെ കീഴിലാണ് നിൽക്കുന്നതെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, നമ്മൾ ഈ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ അധികാരികൾക്ക്, രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ മന്ത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ ഉള്ളത് പോലെ തന്നെയാണ്. ഈ അധികാരം ആരുടെ, നിങ്ങൾ ഏത് അധികാരിയുടെ കീഴിലാണോ, അത് സഭയുടെ ആയിക്കോട്ടെ, നിങ്ങളുടെ ജോലി മേഖലയുടെ ആയിക്കോട്ടെ, എന്തിന്റെ ആണെങ്കിലും അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവർക്ക് വിവേകം നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് താഴെയുള്ള എല്ലാ ജനങ്ങളും ദുരിതം അനുഭവിക്കും അല്ലേ? അപ്പൊ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും അധികാരികളിൽ നിന്ന് മോശം അനുഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ഉൾപ്പെടെ എന്റെ വീട്ടിൽ നിന്നുമാണ് ഞാനിത് പഠിക്കുന്നത് കേട്ടോ. ആ അധികാരം അവർക്ക് കൊടുത്തിട്ടുള്ളത് ദൈവം അറിഞ്ഞിട്ടാണല്ലേ. അപ്പൊ അവർ ആ അധികാരത്തിന് മിസ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ ഈഗോയിസ്റ്റിക് ആയിട്ട് നിങ്ങളെ മാനസികമായി ടോർച്ചർ ചെയ്യുകയോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കി ചെയ്യുമ്പോൾ നമ്മൾ പ്രതികരിക്കാൻ പോയതുകൊണ്ടോ, നമ്മൾ അവരെ നന്നാക്കാൻ പോയതുകൊണ്ടോ, അവർക്കൊരു തിരുത്തൽ വരുത്തണം എന്ന് കരുതി നമ്മൾ അവർ ഇതാക്കാൻ പോയതുകൊണ്ടോ നിങ്ങളുടെ കാര്യം കൂടുതൽ കഷ്ടത്തിലാവുകയുള്ളൂ. കാരണം അവിടെ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. കാരണം അധികാരത്തിലിരിക്കുന്നവൻ എല്ലാവരും കേൾക്കാൻ സന്നദ്ധനായിട്ടൊന്നല്ല ഇരിക്കുന്നത്. പക്ഷെ നമുക്കിതെല്ലാം പറയാൻ ആരുണ്ട്? ദൈവമുണ്ട്. അപ്പൊ അധികാരം കൊടുത്തത് ദൈവമാണെങ്കിൽ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സാധാരണ ജനം അനുഭവിക്കുന്ന അവന്റെ മുകളിൽ വലിയ മുഖം വെച്ച് കെട്ടുന്നുണ്ടെങ്കിലും ജനത്തിന് ദൈവത്തോട് പരാതി പറയാം അല്ലെ? അപ്പൊ ദൈവത്തോട് പ്രാർത്ഥിക്കാം, എന്റെ മേൽ അധികാരി നീ കൊടുത്തിട്ടുള്ള ഈ മനുഷ്യര് എന്നോട് ശരിയായിട്ടല്ല പെരുമാറുന്നത്, അതിൽ എന്നെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ ദൈവം അധികാരത്തിലുള്ളവനും സാധാരണ ജനവും, അതായത് അതാരാണ് അതിന്റെ താഴെ നിൽക്കുന്നത്, അവരും തമ്മിലുള്ള ബന്ധത്തിൽ ദൈവം ഇടപെടും. അധികാരിയുടെ മാനസിക അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിവുള്ളവനാണ് ദൈവമെന്ന് എസ്തേറിന്റെ പുസ്തകത്തിൽ ദൈവം പറഞ്ഞു വെച്ചിട്ടുണ്ട്. രാജാവിന്റെ മാനസികാവസ്ഥയിൽ ദൈവം മാറ്റം വരുത്തി. അപ്പൊ അധികാരികളോട് നിങ്ങൾ എതിർക്കരുത്, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം തന്നെയാണ് അധികാരികളുടെ മനസ്സിൽ മാറ്റം വരുത്തുക. ഇനി ചില സമയത്ത് നമ്മൾ റിയാക്ട് ചെയ്യേണ്ട സമയങ്ങളുണ്ടാകും. പക്ഷെ നമ്മുടെ പൊസിഷനുകൾ സെക്യൂർ ആണെങ്കിൽ മാത്രമേ വിപ്ലവം പറയാൻ പോകാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നിശബ്ദമായിട്ടിരിക്കണം. നമ്മൾ അശക്തരാണെങ്കിൽ അതങ്ങ് സമ്മതിക്കണം. നമുക്കിപ്പോൾ അതിനുള്ള ഒരു പൊസിഷനിലല്ല നമ്മളെങ്കിൽ നമ്മൾ വെറുതെ, ബൈബിളിൽ എനിക്ക് ഒത്തിരി തവണ കിട്ടുന്ന ഒരു വചനമാണ്, ശക്തനോട് മത്സരിക്കാൻ പോകരുത്, അവന്റെ പെടിയിൽ നീ പെടും. വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം. സോ നിങ്ങളുടെ അധികാരികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായാൽ ആ മേഖലയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തിന് ഇടപെടാൻ കഴിയും. അധികാരം ദൈവമാണ് അവർക്ക് കൊടുത്തതെങ്കിൽ ദൈവത്തിന് അവരുടെ മേലൊരു നിയന്ത്രണമുണ്ട്. ഇനി നിങ്ങളുടെ കണ്ണുനീരും ഹൃദയവേദനയും എല്ലാം കാണുന്ന ദൈവം രാജാവിന്റെ ഹൃദയം എസ്തേറിന് അനുകൂലമാക്കിയതുപോലെ, എസ്തേറിന്റെ ആവശ്യങ്ങൾക്ക് അനുകൂലമാക്കിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിനും നിങ്ങളുടെ ആവശ്യങ്ങൾക്കും അനുകൂലമാക്കി അധികാരിയുടെ മനസ്സിനെ മാറ്റാൻ ദൈവത്തിന് കഴിയും. അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആമേൻ.